ഓക്കെ, അപ്പൊ ശരിക്കും എനിക്കൊരു കടം ഇല്ല. കാരണം എന്താ? വേറൊരാൾ വീട്ടിയതാ. അപ്പൊ ഞാൻ ശരിക്കും ഈ പൈസയൊക്കെ സംഘടിപ്പിച്ച് ചെല്ലുമ്പം അയാൾക്ക് എന്നെ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റുമോ? വാങ്ങിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇത് ഓൾറെഡി വേറൊരാൾ വീട്ടിയതാ. അപ്പൊ യേശുക്രിസ്തു ശരിക്കും നമ്മുടെ കടം വീട്ടിയെങ്കിൽ, എല്ലാവരുടെയും കടം വീട്ടിയെങ്കിൽ, നമ്മളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് വീടിയതായിരിക്കുമല്ലോ. ആണോ? ഞാൻ ചിന്തിച്ചത് കറക്റ്റ് ആണോ? വീടിയതായിരിക്കും. കാരണം ഒരു കടം 2 പ്രാവശ്യം വീട്ടാൻ പറ്റത്തില്ല. ഒരു കടം ഒറ്റ പ്രാവശ്യം വീട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ കടം വീട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ മാത്രമേ ഉള്ളൂ? എല്ലാവരുടെ ഉണ്ടെങ്കിൽ എല്ലാവരും സ്വർഗത്തിൽ പോകണം. അതിനാണ് യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറയുന്നത്. വേറെ ചിലർ പറയുന്നത് കർത്താവ് ഇങ്ങനെ കടം വീട്ടാൻ ചെക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്, റെഡിയാണ്, ആര് വിശ്വസിക്കുന്നോ അവരുടെ വീടും. അതെങ്ങനെയുണ്ട്? കർത്താവ് വീട്ടിട്ടില്ല, വീട്ടാൻ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ആര് വിശ്വസിക്കുന്നോ അവരുടെ വീടും. ഇത് വേറൊരു തിയറിയാണ്. ഇതിന്റെ പ്രോബ്ലം എന്താണെന്നറിയോ? കർത്താവ് ശരിക്കും ആരെയും രക്ഷിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ കർത്താവല്ല നമ്മളെ രക്ഷിക്കുന്നത്. നമ്മളെ രക്ഷിക്കുന്നത് എന്തോ? നമ്മുടെ തീരുമാനമാണ്. ഇവിടെ എല്ലാം ലോജിക്കൽ എറേഴ്സ് ഉണ്ട്. ദൈവത്തിന്റെ മഹത്വത്തിന് വിരോധമായ മിസ്റ്റേക്സ് ഇവിടെ എല്ലാം ഉണ്ട്. എന്താണ് വേദപുസ്തകം പറയുന്നത്? കർത്താവ് ആരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്? ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ ബൈബിൾ വളരെ കൃത്യമായിട്ട് അതിന് ഉത്തരം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. കർത്താവ് മരിച്ചത് അവൻ തെരഞ്ഞെടുത്ത അവന്റെ ആളുകൾക്ക് വേണ്ടിയാണ്. അതിന് കുറേയേറെ റെഫറൻസസ് ഉണ്ട്. നമുക്ക് ചില റെഫറൻസസ് മാത്രം ഒന്ന് നോക്കാം. ഓക്കെ, ഒന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ലോകത്തിന് വേണ്ടി അല്ല. അപ്പൊ ഇത് മഹാപുരോഹിത പ്രാർത്ഥനയാണെന്ന് നമുക്കറിയാം. കർത്താവ് ക്രൂശിൽ പോകുന്നതിന് മുമ്പ് പ്രസംഗിച്ച പ്രസംഗമാണ്, അല്ല പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഓക്കെ, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നിങ്ങൾ തിയോളജി എല്ലാം വിട്ട് കളഞ്ഞിട്ട് ജസ്റ്റ് ഈ ബൈബിളിലോട്ട് നോക്കി. നേരത്തെ എന്തൊക്കെ വിശ്വസിച്ചിരുന്നു അതെല്ലാം വിട്ട് കളഞ്ഞ്, മനസ്സിൽ നിന്നുള്ള എല്ലാം വിട്ട് കളഞ്ഞ് ജസ്റ്റ് ബൈബിളിലോട്ട് നോക്കി. യേശുക്രിസ്തു മഹാപുരോഹിതനായി യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി എത്ര അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്ന ലോകത്തിന് വേണ്ടിയല്ല. പിതാവ് ആരെല്ലാം അവന് കൊടുത്തിട്ടുണ്ടോ അവർക്ക് വേണ്ടിയാണ്. ഇനി 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാം, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി. അത് ആരെല്ലാം വിശ്വസിക്കാനിരിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടിയും കൂടെയാണ്. അപ്പം നോട്ട് ഫോർ ഓൾ, നോട്ട് ഫോർ ദ ഓൾ വേൾഡ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നോട്ട് ഫോർ ദ ഓൾ വേൾഡ് ബട്ട് ഓൺലി ഫോർ ദോസ് ഹു വുഡ് ബിലീവ്. ആരൊക്കെ വിശ്വസിക്കുമോ അവർക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് മരിച്ചത്. ദാറ്റ്സ് കോൾഡ് പർട്ടിക്കുലർ അറ്റോൺമെന്റ് ഓർ പെർഫെക്റ്റ് അറ്റോൺമെന്റ്. ഇനി വേറൊരു പ്രോബ്ലം ഇതാണ്. കർത്താവ് എല്ലാവരെയും രക്ഷിച്ചിട്ടുണ്ട്, അല്ലെ കർത്താവ് എല്ലാവരുടെയും പാപങ്ങളെ വഹിച്ചിട്ടുണ്ട്, അതിന്റെ സൊല്യൂഷൻ വരുത്തിയിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുവാണെങ്കിൽ, അവരെല്ലാവരും സ്വർഗത്തിൽ പോകുന്നില്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇപ്പൊ 100 പേരെ കർത്താവ് രക്ഷിച്ചു, അതിൽ 10 പേരെ പോകുന്നുള്ളൂ, ബാക്കിയുള്ളവർ പോകുന്നില്ല. അപ്പൊ ആ 10 പേര് പോകുന്ന ആരുടെ മിടുക്കായിരിക്കും? അവരുടെ ഉത്തരവാദിത്തമായിരിക്കും, അല്ലേ? കാരണം ദൈവം എല്ലാവരോടും ഒരുപോലെ ചെയ്തെന്നല്ലേ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ മിടുക്കായിരിക്കും അവർ സ്വർഗത്തിൽ പോകുന്നത്, അല്ലേ? 10 പേരുടെ മിടുക്കായിരിക്കും. അപ്പൊ ദൈവം ഈ ഒരു രക്ഷയുടെ പകുതി മാത്രമേ ദൈവം ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇവരാ ചെയ്യേണ്ടത്, പ്രധാനപ്പെട്ട ഭാഗം ഇവരാ ചെയ്യേണ്ടത്. മറ്റുള്ളവരെ ചെയ്തില്ല, നശിച്ചുപോയി. അപ്പൊ അവിടെ ഒന്നും കർത്താവിന്റെ അറ്റോൺമെന്റ് പൂർണ്ണമല്ല. കാരണം എന്താ? നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുന്നില്ല. ഇപ്പൊ 100 പേരിൽ 60 പേരെയും പൂർണ്ണമായി രക്ഷിച്ചില്ല. ഈ മനുഷ്യരുടെ ഭാഗം കംപ്ലീറ്റ് ആയില്ല, അതുകൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഗം കംപ്ലീറ്റ് അല്ലായിരുന്നെങ്കിൽ ഞാനും പോയേനെ. അപ്പൊ കർത്താവ് എന്നെയും പൂർണ്ണമായി രക്ഷിച്ചില്ല, ആരെയും പൂർണ്ണമായി രക്ഷിച്ചില്ല.
താൻ പാതി ദൈവം പാതി എന്നുള്ള അവസ്ഥയെ കൊണ്ടുവന്ന് വെച്ചേ ഉള്ളൂ. ഇനി നിങ്ങളത് മുറുകെ പിടിച്ച് നിങ്ങളെ ഭാഗങ്ങൾ ഓടി തീർത്താൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പൊ രക്ഷയ്ക്കപ്പെടുന്നതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വം ദൈവത്തിനല്ല, നമുക്കാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് തടസ്സങ്ങൾ വരുന്നുണ്ടല്ലേ? ഹലോ, സൗണ്ട് പോകുന്നുണ്ടല്ലേ? ഇപ്പോഴോ? ഇപ്പൊ കേൾക്കാമോ? ഞാൻ ഈ നെറ്റ്വർക്ക് ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തേക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാ വെക്കുന്നത്. ഓക്കെ, ഇത് ചില സമയത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം ആണ് രണ്ടിനും. ഓൾറൈറ്റ്. അപ്പോൾ ശരിക്കും നമ്മൾ കർത്താവ് ഈ ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ചതെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുന്നില്ല. അതിന്റെ അർത്ഥം ആരെയും പൂർണ്ണമായി രക്ഷിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നെ പൂർണ്ണമായി രക്ഷിക്കുന്നില്ല. കാരണം എന്താ? രക്ഷിക്കാൻ തുടങ്ങി വെക്കുന്നേ ഉള്ളൂ, ബാക്കി ഞാൻ ഓടി പൂർത്തിയാക്കണം. അപ്പൊ രക്ഷയുടെ മഹത്വവും പകുതി മനുഷ്യനുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇൻഫാക്ട് ഏതെങ്കിലും ഒരാൾ സ്വർഗത്തിൽ പോവുമെങ്കിൽ അതിന്റെ ഉത്തരവാദി ആ മനുഷ്യനാണ്. കാരണം കർത്താവ് അത്ര എല്ലാം ചെയ്തിട്ട് നരകത്തിൽ പോയ ആൾക്കാരുണ്ട്. അപ്പോ ഐ ഡിസേർവ് ഗ്ലോറി ഫോർ ഗോയിങ് ടു ഹെവൻ. കർത്താവ് വിചാരിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ പോകുന്നത്. കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? ആർ യു ഏബിൾ ടു ഹിയർ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ രക്ഷയുടെ മഹത്വം കർത്താവിനല്ല. ഓക്കെ, അപ്പുറത്ത് മത്തായി ചേട്ടന് വേണ്ടിയും കർത്താവ് മരിച്ചു, എനിക്ക് വേണ്ടിയും കർത്താവ് മരിച്ചു. മത്തായി ചേട്ടൻ പോയില്ല, ഞാൻ പോയി. ആരുടെ മിടുക്ക്? ആരുടെ മിടുക്ക്? ആരാ രക്ഷ ഉണ്ടാക്കിയെടുത്തത്? ഞാനാ. കർത്താവ് ഒരു ഓഫർ മാത്രം വെച്ചിരുന്നുള്ളൂ. ഓട്ടോ ഓടിയത് മുഴുവൻ ഞാനാ, അധ്വാനിച്ചത് മുഴുവൻ ഞാനാ. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പ്രതിഫലം കൃപയല്ല, എനിക്ക് പ്രതിഫലം ഞാൻ ഓടിയതിന്റെ കൂലിയാ. അപ്പൊ രക്ഷ എന്ന് പറയുന്ന ഒരു കൃപാദാനമല്ല, ഒരു കൂലിയാണ്. കാരണം മറ്റുള്ളവർ രക്ഷിക്കപ്പെട്ടില്ലല്ലോ, ബിക്കോസ് ദേ വെർ നോട്ട് ഗുഡ് ഇനഫ്, ദേ ഡിഡ് നോട്ട് വർക്ക് ഹാർഡ് ഇനഫ്. അപ്പൊ കർത്താവ് ഒരാളെ രക്ഷിക്കുന്നത് പൂർണ്ണമായിട്ടല്ല, പകുതി രക്ഷിച്ചു വെക്കുന്നേ ഉള്ളൂ, ബാക്കി നമ്മൾ ഓടി രക്ഷപ്പെടണം. അവിടെ എന്തേലും ഒരു പാളിച്ച വന്നാൽ നമ്മൾ പോയി. ദിസ് ഈസ് വാട്ട് മോസ്റ്റ്ലി പെന്റക്കോസ്റ്റൽസ് ബിലീവ് നൗ. കേൾക്കുന്നുണ്ടോ? അതിന്റെ കുഴപ്പം മനസ്സിലായോ? അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയുടെ മഹത്വം നമ്മൾ ദൈവത്തിനല്ല കൊടുക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? ആർക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്? ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആരൊക്കെ വിശ്വസിക്കുമോ ഈ ലോകത്തിൽ അവരുടെ പാപങ്ങളാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി. ഇനി ഒരു വാക്യം കൂടെ, കർത്താവിന്റെ സ്നേഹത്തെ കുറിക്കുന്ന ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മുഴുവൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ള വാക്യമാണ്. നിങ്ങൾ ക്രിസ്തീയ ധർമ്മപ്രകാരം വിവാഹം കഴിച്ച ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കല്യാണത്തിന് ഇത് വായിച്ചു കേട്ടിട്ടുണ്ട്. എഫേസ്യ ലേഖനം 5:22 തൊട്ട്. എന്താണ്? ഞാൻ വായിക്കാം. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഇത് ആർക്ക് വേണ്ടിയാ കർത്താവ് മരിച്ചതെന്ന് പറയാൻ വേണ്ടിയാട്ടോ. നമുക്ക് ഭാര്യമാരുടെ വിഷയം തൽക്കാലം വിടാം. ഓക്കെ, നമുക്ക് ഭർത്താക്കന്മാരുടെ വിഷയത്തിലേക്ക് വരാം. അവിടെയാണ് തിയോളജി മുഴുവൻ കിടക്കുന്നത്. ഓക്കെ, ഭർത്താക്കന്മാര് 25-ാം വാക്യം. എല്ലാ ഭർത്താക്കന്മാരും ഒന്ന് കേട്ടോ. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. അവൻ അവളെ, ആരെ? സഭയെ, വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. കർത്താവ് എന്താ ചെയ്യുന്നത് നോക്കി? വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടിയാ കർത്താവ് മരിച്ചത്? കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ ആരാ കർത്താവിന്റെ മനസ്സിലുണ്ടായിരുന്നു? അവന്റെ മണവാട്ടിയ. അവൾക്ക് വേണ്ടിയാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാനാ പറയുന്നത്. അല്ലാതെ ലോകത്തിലുള്ളവരുടെ എല്ലാവർക്കും വേണ്ടി മരിക്കുക, വിശ്വസിക്കുന്ന ആരാണോ അവർ ഭാര്യ, അങ്ങനെയല്ല.
കർത്താവ് നമ്മളെ മുന്നറിഞ്ഞ് നമ്മളെ മുന്നമേ കണ്ട് അവൻ നമുക്ക് വേണ്ടിയാണ്, അതായത് അവന്റെ സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് മരിക്കുന്നത്. അപ്പൊ സഭ, ആ സഭയാണ് ഈ ലോകത്തു നിന്ന്, ലോകമെന്ന ചിപ്പിക്കകത്തുനിന്ന് വരുന്ന ആ വിലയേറിയ മുത്ത്. ദൈവരാജ്യം വിലയേറിയ മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. ഒരു വ്യാപാരി അത് കണ്ടാറെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ മുത്ത് വാങ്ങി. ആ വ്യാപാരിയാണ് കർത്താവ് ശരിക്കും. കർത്താവ് എന്ത് ചെയ്തു? അവൻ തനിക്കുള്ളതെല്ലാം വിറ്റത് ആ ചിപ്പിക്ക് വേണ്ടിയല്ല, അതിനകത്തുള്ള ഒരു മുത്തിന് വേണ്ടിയാണ്. വിലയേറിയ മുത്താണ്. അതാണ് സഭ, ചർച്ച്. ആ ഉപമ കർത്താവ് പറഞ്ഞ 2 ഉപമകളാണ്. ഒന്ന് നിധി മറിഞ്ഞിരിക്കുന്ന വയൽ, അതാണ് ആദ്യം പറഞ്ഞത്. 2 വിലയേറിയ മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി. ഇപ്പൊ ദൈവരാജ്യത്തെ അവിടെ ഉപമിച്ചിരിക്കുന്ന 2 വ്യത്യസ്തമായ കാര്യങ്ങളുമായിട്ടാണ്. ഒന്ന് ഒരു സ്ഥലമാണ്, നിധി മറിഞ്ഞിരിക്കുന്ന വയലാണ്. വയലിൽ മറിഞ്ഞിരിക്കുന്ന നിധിയാണ്, അപ്പൊ ഒരു സാധനമാണ് ആദ്യത്തെ ഉപമയില്. എന്നാൽ രണ്ടാമത്തെ ഉപമയില് ആരാണ് ദൈവരാജ്യം? ഒരു വ്യക്തിയാണ്. ദൈവരാജ്യം ഒരു വസ്തുവല്ല, രണ്ടാമത്തെ ഉപമയില് വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി? ദൈവരാജ്യം വിലയേറിയ മുത്ത് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. മനസ്സിലാവുന്നുണ്ട് എന്റെ വ്യത്യാസം എന്താണ്? ആദ്യത്തെ ഉപമയില് ദൈവരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയോട് സദൃശം. അപ്പൊ ദൈവരാജ്യം എങ്ങോട്ട് പോയി? ഒരു നിധിയാണ്, ഒരു വസ്തുവാണ്, വിലയേറിയ ഒരു വസ്തുവാണ്. എന്നാൽ രണ്ടാമത്തെ ഉപമയിൽ വിലയേറിയ വസ്തു അല്ല, വിലയേറിയ ഒരു വസ്തു അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യാപാരിയാണ് ദൈവരാജ്യം. വിലയേറിയ മുത്ത് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അപ്പൊ ഒന്നാമത്തതിൽ അന്വേഷിച്ച് കണ്ടെത്തുന്ന നിധിയാണ് ദൈവരാജ്യമെങ്കിൽ, രണ്ടാമത്തതിൽ ഈ നിധിയെ മുത്ത് അന്വേഷിച്ച് നടക്കുന്ന ആ മനുഷ്യനാണ് ദൈവരാജ്യം. അന്വേഷിച്ച് കിട്ടുന്ന മുത്തല്ല ദൈവരാജ്യം, അന്വേഷിച്ച് നടക്കുന്ന വ്യാപാരി ദൈവരാജ്യത്തോട് സദൃശം. അത് രണ്ടും രണ്ടർത്ഥമാണ്. ഒന്ന്, നമ്മൾ ആ വിലയേറിയതിനെ കാണുമ്പോൾ ആ വചനത്തിലൂടെ നമ്മൾ അതിന്റെ വെളിപ്പാടിനെ പ്രാപിക്കും. നമുക്ക് ലോകത്തുള്ള ഒന്നും വേണ്ട, കർത്താവേ നിന്റെ മഹത്വം മതി എന്ന് പറയുന്നതാണ് ആദ്യത്തെ. രണ്ടാമത്തത്, കർത്താവ് ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ മുന്നറിവിൽ അവന്റെ ജനത്തെ, ഈ നശിച്ചു പോകുന്ന ദുഷ്ടന്മാർ നിറഞ്ഞ ഈ ലോകത്ത് കർത്താവ് അവന്റെ ജനത്തെ കണ്ട് അവരെ രക്ഷിച്ച് അവർക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്നു. That's also called limited atonement or particular atonement. കർത്താവിന്റെ മരണം. അപ്പൊ എന്താ പ്രത്യേകത? ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? കർത്താവ് ചെയ്സിന് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചെയ്സ് രക്ഷിക്കപ്പെട്ടു എന്നാ. അപ്പോൾ എന്റെ സകല പാവങ്ങൾക്കും പരിഹാരമാക്കി. അപ്പോൾ കർത്താവ് എനിക്ക് ജസ്റ്റ് വിശ്വാസത്താൽ രക്ഷപ്പെടാമെന്നുള്ള ഒരു ഓഫർ തരുമല്ല ചെയ്യുന്നത്. ഹി ബിക്കെയിം മൈ റൈച്ചസ്നെസ്, ഹി ബിക്കെയിം മൈ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഹി ഈസ് മൈ ഗ്ലോറിഫിക്കേഷൻ. അങ്ങനെ കർത്താവ് എനിക്ക് പകരം എല്ലാമായി മാറുക ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗിവിംഗ് അസ് ആൻ ഓഫർ. അപ്പൊ അങ്ങനെ എനിക്ക് കർത്താവ് എല്ലാമായി മാറി എന്നുള്ളത് ഒരു സത്യമായ പ്രസ്താവനയാണ് എങ്കിൽ ഐ ആം ഇൻ. കാരണം അത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഹി ബിക്കെയിം മൈ റൈച്ചസ്നെസ്. ഇത് വളരെയധികം ആളുകളെ കൺഫ്യൂഷനിലാക്കുന്ന ഒരു പ്രശ്നവും കൂടിയാണ്. ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണം ലോകത്തിന്റെ പാപത്തെ ചുമക്കാനാണ്. അപ്പൊ നമ്മൾ എങ്ങനെ സുവിശേഷം പറയുന്നത്? സുവിശേഷം പറയുന്നത് ഇതാ എളുപ്പം. സുവിശേഷം പറയുന്നത് ഇതാ എളുപ്പം. എന്തുകൊണ്ടാണെന്നറിയാം? കർത്താവിന്റെ തീരുമാനമാണ് ഒരാളുടെ രക്ഷ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് സുവിശേഷീകരണം എളുപ്പം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, ആരോടാണ് നമ്മൾ സുവിശേഷം പറയേണ്ടത്? വേദപുസ്തകത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സകല മനുഷ്യരോടും സുവിശേഷം പറയാനാണ്, എല്ലാവരോടും പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ കർത്താവിന് നേരത്തെ അറിയാം എല്ലാവരും രക്ഷിക്കപ്പെടില്ല. അറിയില്ല നേരത്തെ? നിങ്ങളൊരു 100 പേരോട് സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ എത്ര പേര് രക്ഷിക്കപ്പെടുമെന്ന് കർത്താവിന് അറിയാമോ? നിങ്ങൾക്കറിയോ? ഇല്ല, കർത്താവിനറിയാം.
അപ്പൊ കർത്താവിനെ നേരത്തെ അറിയാമെങ്കിൽ പിന്നെ നമ്മൾ എല്ലാവരുടെ അടുത്തും വിടണ്ടല്ലോ, കുറച്ച് ആൾക്കാരുടെ അടുത്ത് വിട്ടാൽ പോരെ പോരെ. അപ്പൊ കർത്താവ് നമ്മളോട് എന്തിനാ എല്ലായിടത്തും പോകാൻ പറയുന്നത്? അവൻ അറിയാവുന്ന ആൾക്കാരുടെ അടുത്തോട്ട് വിട്ടാൽ പോരെ അല്ലെ? അപ്പൊ ദൈവത്തിന്റെ മുന്നറിവും നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഇപ്പം ബാക്കിയുള്ളിടത്തേക്ക് നമ്മൾ വിടേണ്ട കാര്യമില്ല. അറിയാമല്ലോ അറ്റ്ലീസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ സുവിശേഷം പറയുമ്പോൾ എല്ലാവരോടും പറയുന്നത് എന്തിന് എന്നൊരു ചോദ്യമുണ്ട്. കാരണം സുവിശേഷത്തെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞെന്നറിയോ? യേശുവിനെ കുറിച്ച്, അവൻ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാളും വലിയവൻ, അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഓക്കെ, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, അവൻ നിങ്ങളെ വെള്ളത്തിലും ആത്മാവിലും അഗ്നിയിലും സ്നാനപ്പെടുത്തും. അപ്പൊ നമ്മുടെ സുവിശേഷ പ്രസംഗം ആത്മാവിനാൽ വീണ്ടും ജനിക്കേണ്ടവരെ മാത്രമല്ല, അഗ്നിയിലേക്ക് പോകാൻ സാധ്യതയുള്ളവർക്ക് ഒരു മുന്നറിയിപ്പും കൂടെയാണ്. സുവിശേഷം പറയുന്നതിനകത്ത് രണ്ടുണ്ട് കാര്യം. ദൈവത്തിന്റെ ജനത്തെ വേർതിരിക്കുകയും മറ്റുള്ളവരെ ന്യായവിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ശരിക്കും സുവിശേഷം ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഈ സുവിശേഷം പറയാൻ എല്ലായിടത്തും പോയി ഈ ന്യായവിധി? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ന്യായവിധി വരുന്നുണ്ട് അതിന്റെ കൂടെ. എന്നിൽ വിശ്വസിക്കാത്തവർക്ക് ഇപ്പോൾ തന്നെ ന്യായവിധി വന്നിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. സോ ദേ ആർ ഓൾറെഡി കണ്ടംഡ് ബിക്കോസ് ദേ ഡോണ്ട് ബിലീവ് ഇൻ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സംശയം തോന്നാം, ദൈവം നീതിമാനല്ലേ? എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് കൊടുത്തത്? പ്രിയ സഹോദരങ്ങളെ, അതിന് പല മറുപടികളുണ്ട്. ഞാൻ അതിൽ മനുഷ്യർക്ക് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മറുപടി പറയാം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും മുൻനിർണയവും മുന്നറിവും അടിസ്ഥാനപ്പെടുത്തിയാണ് കർത്താവ് തീരുമാനിക്കുന്നത്. ദൈവത്തിന് മുന്നമേ നമ്മുടെ അന്തരീന്ദ്രിയങ്ങളെല്ലാം അറിയാം. അവന് നമ്മളെ അറിയാൻ മറ്റും മറിഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല. അപ്പൊ കർത്താവ് അവന്റെ അറിവിലാണ് തീരുമാനിക്കുന്നത് ഇവനെ രക്ഷിച്ചേക്കാം. അത് നീതിയാണ്. അതെങ്ങനെ നീതിയാവും നമുക്കറിയില്ല. അത് കർത്താവിനെ സംബന്ധിച്ചത് നീതിയാണ്. എനിക്ക് സുവിശേഷം പറയാൻ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് ശരിക്കും കർത്താവിന്റെ തെരഞ്ഞെടുപ്പാണ്. കാരണം ഇപ്പൊ എന്നോട് കർത്താവ് പറയാണ്, മോനെ ചെയ്സ് നീ ആന്ധ്രയ്ക്ക് പോകും, അവിടെയാണ് നിനക്ക് ശുശ്രൂഷ. ഞാൻ ഇവിടെ നിന്നുള്ള പ്രസംഗം എല്ലാം നിർത്തി ആന്ധ്രയ്ക്ക് പോകും. അപ്പൊ കർത്താവ് എന്നെ ആന്ധ്രയിലോട്ട് വിടാനുള്ള കാരണം എന്തായിരിക്കും? നീ ഒന്ന് പ്രസംഗിച്ച് നോക്ക. എല്ലാവരുടെയും പാപങ്ങൾ ഞാൻ ചുമന്നതാണ്. എല്ലാവരും വരും. നീ ഒന്ന് ബലം പിടിച്ച് നോക്ക്. അങ്ങനെ ബലം പിടിച്ച ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയല്ല കർത്താവ് വിടുന്നത്. പിന്നെയോ അവന്റെ വൃതന്മാരെ ചേർക്കാൻ വേണ്ടിയാണ്. ആരൊക്കെ വിശ്വസിക്കുമെന്ന് കർത്താവിന് അറിയാം. ആ വിശ്വസിക്കുന്നവരുടെ അടുത്തേക്കാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്. അപ്പൊ എല്ലാവരും, കുറെ പേര് ന്യായവിധിയെ കുറിച്ചാണ് കേൾക്കുന്നത്, കുറെ പേര് ജീവനെ കുറിച്ചാണ് കേൾക്കുന്നത്. ഇങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും പറയണം. കർത്താവ് പൗലോസിനോട് പറയാണ്, യെരുശലേമിൽ തന്നെ പാർക്ക്, എനിക്കുള്ള അനേകം ആളുകൾ ഇനി അവിടെ വരാൻ ബാക്കിയുണ്ട്. അപ്പൊ ഗോഡ് നോസ് അവരുടെ അടുത്തേക്കാണ് ഈ ശിഷ്യന്മാരെ ഒക്കെ കർത്താവ് പറഞ്ഞു വിടുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും സാൽവേഷൻ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, വിശ്വസിക്കാത്തവർക്ക് ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പൊ കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആരൊക്കെ വിശ്വസിക്കുമോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. ഇനി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരു കാര്യം പറയാം. ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം. വചനം കേട്ട് ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം. നമ്മൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ദൈവത്തിന് നേരത്തെ അറിയാം. അതുകൊണ്ട് അവൻ അവന്റെ മക്കളെ കാണുന്നത് നിത്യതയിലാണ്. ആരൊക്കെ നിത്യതയിൽ കാണുമെന്നും ദൈവത്തിന് അറിയാം. അറിയില്ലേ? ദൈവത്തിന് അറിയത്തില്ലേ? അറിയാലോ. ഇപ്പൊ ഞാൻ നിത്യതയെ കാണുമോ? നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാം. അപ്പൊ ദൈവത്തിന് നമ്മളെ ആരെല്ലാം നിത്യതയെ കാണുമെന്ന് അറിയാം. അത് ആ നിത്യതയിൽ ആരെല്ലാം ഉണ്ടോ അവരാ ദൈവത്തിന്റെ മക്കള്. ആ മക്കളെ ദൈവത്തിന് എന്തുകൊണ്ട് അറിയാം? അന്ന് തൊട്ടേ അറിയാം, പണ്ട് തൊട്ടേ അറിയാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഓക്കെ, അപ്പോൾ ദൈവം അനീതിയല്ല കാണിക്കുന്നത്. ദൈവം കാണിക്കുന്നത് എന്താണ്? ദൈവം എന്താ ചെയ്യുന്നത്? ആരൊക്കെ എന്നിൽ വിശ്വസിക്കുമോ അവരാരും നശിച്ചു പോകരുത്. അതുകൊണ്ട്
ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ പറയാണ്, സുവിശേഷം കേട്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടേനെ, പക്ഷെ എന്റെ അടുത്ത് ആരും വന്നില്ലല്ലോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ഉറപ്പായിട്ടൊരു മിഷണറി അവരുടെ അടുത്തേക്ക് വിട്ടേനെ. സോ ഐ ഫേംലി ബിലീവ് ഇൻ പർട്ടിക്കുലർ അറ്റോൺമെന്റ്. അതായത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ചേസ് ജോസഫ് എന്ന് പറയുന്ന എന്റെ എല്ലാ പാപങ്ങളും അവൻ വഹിച്ചു വന്നു. അവൻ തന്നെയാണ് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുക്കുമെന്നും ഈ രക്ഷ അന്ത്യം വരെ തികയ്ക്കാൻ അവന് കഴിയുമെന്നും ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്, വീണ്ടും ജനിക്കും. ഓക്കെ, അപ്പോൾ അന്ത്യം വരെ ഇത് കർത്താവിന്റെ കൃപയാണ്. നമ്മൾ നിൽക്കുന്നതും വീഴുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം കർത്താവിന്റെ കൃപയാണ്. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. ഓക്കെ, അപ്പോൾ പർട്ടിക്കുലർ അറ്റോൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ഫുള്ളാണ് അറ്റോൺമെന്റ്, കംപ്ലീറ്റ് അറ്റോൺമെന്റ് ആണ്. അത് രക്ഷയ്ക്ക് വേണ്ടതെല്ലാം കാൽവരി ക്രൂശിൽ കർത്താവ് നേടുന്നുണ്ട്. ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടതെല്ലാം. അതേസമയത്ത് ഇത് യൂണിവേഴ്സൽ അറ്റോൺമെന്റ് ആണെങ്കിൽ ആരെയും കർത്താവ് യഥാർത്ഥത്തിൽ രക്ഷിക്കുന്നില്ല. ഇനി നിങ്ങൾ പരിശ്രമിച്ച് വേണം രക്ഷപ്പെടാൻ. ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സലിസം എന്ന് യൂണിവേഴ്സൽ അറ്റോൺമെന്റ് എന്ന് പറയാം. ലോകം മുഴുവൻ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു, പക്ഷെ എല്ലാവരും രക്ഷപ്പെടുന്നില്ല. കാരണം അത് അവരുടെ കുഴപ്പമാണ്. അപ്പൊ രക്ഷിക്കപ്പെടുന്നതോ അത് നമ്മുടെ ഗുണമാണ്, ബൈ കോൺവേഴ്സ്. ഓക്കെ, അപ്പോൾ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന് നിഷ്കളങ്കമായ പാപമില്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പൊ കർത്താവ്, ഒരു മിനിറ്റ്, ഓൾറൈറ്റ്, 29 വാക്യം നോക്കിയേ. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് ആരുടെ അടുത്ത് നിന്നു? യോഹന്നാന്റെ അടുത്ത് നിന്നു. അപ്പൊ യോഹന്നാന്റെ അടുത്ത് കർത്താവ് ചെല്ലുമ്പോൾ യോഹന്നാൻ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. എന്താ, ഇയാളാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇയാളാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു എന്നല്ല, ഇവനാണ് ഞാൻ പറഞ്ഞ ആ രക്ഷകൻ എന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഇനി എന്തിനാണ് യോഹന്നാൻ ശരിക്കും ഇതിനിടയിൽ ഒരു സ്നാനവുമായിട്ട് വന്നത്? 30 വാക്യം നോക്കാം. അവർ ചോദിക്കുന്ന ചോദ്യം എന്തോ, നീ ക്രിസ്തു അല്ല, മെശിഹായല്ല, മോശയല്ല, ഏലിയാവല്ല, പിന്നെ നീ എന്തിനാണ് സ്നാനപ്പെടുത്തുന്നത് ചോദിച്ചാലേ അതിന്റെ ഉത്തരം പറയുന്ന നോക്കിയേ. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് പറഞ്ഞവൻ ഞാൻ തന്നെ. എന്നേക്കുമുള്ള അവൻ എനിക്ക് മുൻപേ ഉള്ളവനാണ്, അതുകൊണ്ട് അവനാണ് എനിക്ക് മുൻപിൽ വന്നവൻ. ഞാനാണ് ആദ്യം വന്നത്, പക്ഷെ അവനാണ് മുൻപ് എന്ന് പറയാൻ കാരണം കർത്താവ് സകല സൃഷ്ടിയുടെയും ഉടയവനായതുകൊണ്ടാണ്. അടുത്ത പറയാണ്, ഞാൻ അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ അറിഞ്ഞൊന്നുമില്ല, പക്ഷെ യോഹന്നാൻ സ്നാപകന് ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടായിരുന്നു. ഞാനും അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന്. എന്തിനു വേണ്ടിയാ യോഹന്നാൻ സ്നാപകൻ എന്തിനു വേണ്ടിയായിരുന്നു? ഇസ്രായേലിന് യേശു ക്രിസ്തു വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. അപ്പൊ യോഹന്നാൻ സ്നാപകൻ എന്തിനാ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചിട്ടിരുന്നത്? ഈ ജനത്തിനെ യേശുവുമായിട്ട് കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയാണ്. ഇസ്രായേലിന് കർത്താവ് വെളിപ്പെടാൻ വേണ്ടിയാണ്. അപ്പം ആരെയാണോ യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നത്, ആ സമയത്ത് സ്വർഗം തുറന്ന് ഒരു ശബ്ദം കേൾക്കുകയും പ്രാവ് വന്ന് അവന്റെ മേൽ ആവസിക്കുകയും പ്രാവ് എന്ന പോലെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കുകയും ചെയ്യും. ഇതൊരു വാഗ്ദത്തമായിരുന്നു. അപ്പോൾ ആ സ്നാനമാണ് യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും കർത്താവ് വരും, ഈ ശബ്ദം ഞാൻ കേൾക്കും. ഓക്കെ, അപ്പോൾ ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് യോഹന്നാൻ കാത്തിരിക്കുന്നത്. അപ്പൊ ശബ്ദം വന്നു, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ആകാശത്തിന് ശബ്ദം ഉണ്ടായി. അപ്പൊ യോഹന്നാൻ ഉറപ്പായി ഇത് ദൈവത്തിന്റെ മകനാണ്, ഞാൻ സാക്ഷ്യം പ്രാപിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു എന്റെ രക്ഷകനാണ്, എന്നെ രക്ഷിക്കാൻ വന്നതാണ്, അവൻ എന്റെ മുൻപനാണ്, അവനാണ് ഇതിന്റെ എല്ലാം ഉടയവനെന്ന് യോഹന്നാൻ സ്നാപകന് മനസ്സിലായി.
യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞ എന്താണ്? യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. അപ്പൊ എനിക്ക് കർത്താവാണ് എന്ന് അങ്ങനെയാണ് മനസ്സിലായത്. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, അപ്പം ദൈവം അവനോട് പറഞ്ഞിരുന്നു, ആരാണോ നിന്റെ അടുത്ത് സ്നാനം കഴിപ്പിക്കാൻ വരുന്ന ആ സമയത്ത് നീ ഒരു അടയാളം കാണും, സ്വർഗത്തിൽ നിന്ന് പ്രാവ് ഇറങ്ങി വന്ന് അവന്റെ മേൽ വരും. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ആത്മാവിന്റെ സ്നാനം അനേകർക്ക് കൊടുക്കാൻ അധികാരമുള്ളവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവൻ ആ ഫുൾനെസ് ഓഫ് സ്പിരിറ്റ് വന്നിരിക്കുന്നത്. He can just give spirit to anyone whom he pleases. അപ്പൊ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ നമ്മെ മുക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിന്റെ പുതിയ ജീവൻ നാം പ്രാപിക്കുവാൻ തക്കവണ്ണം. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ പറയാണ്, ഞാൻ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഇവനെ ഞാൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നത്. കാരണം എനിക്കതൊരു എവിഡൻസ് ആയിട്ട് വന്നതാണ്. ഞാനിവിടെ സ്നാനപ്പെടുന്ന നേരത്തെ ഞാൻ ശബ്ദം കേട്ടതാണ്. ആ സ്നാനം ഇവന് കൊടുക്കാൻ എന്നെ വിട്ടത് ഇവനെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും സ്നാനം കഴിക്കാൻ വാ, മാനസാന്തരപ്പെടുക. കാരണം കർത്താവ് വരുവാണ്. അവന് നിങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടണമെങ്കിൽ നിങ്ങൾ മാനസാന്തരത്തിന് അനുഭവത്തിലൂടെ പോകണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മാനസാന്തരത്തിന്റെ തലത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നാണ്. അപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ, കർത്താവിന് വഴിയൊരുക്കുന്നവൻ, ഈ ജനത്തെ, പാപത്തിൽ നിന്ന് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് വരുന്ന ജനത്തെ യേശുക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ യോഹന്നാൻ സ്നാപകൻ ഈ സ്നാനം നടത്തുന്നത്. അപ്പൊ ഇത്രയും പ്രസംഗമാക്കി കഴിഞ്ഞു കേട്ടോ. നമ്മൾ പുകഴ്ത്തിയ ഒരാളെ കുറിച്ച് പറഞ്ഞു എന്ത് സംഭവിക്കും? ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊരു പാസ്റ്റർ വന്നു. ആ പാസ്റ്റർ നിങ്ങൾ ഒത്തിരി പുകഴ്ത്തി പറഞ്ഞു നിങ്ങളുടെ സഭയിലെ. പിന്നെ നോക്കിയപ്പോൾ 2-3 നിങ്ങളുടെ സഭയിലെ വിശ്വാസത്തിൽ അപ്പുറത്തെ സഭയിൽ പോയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആ ഒരു പാസ്റ്റർ വേറൊരു പാസ്റ്റർ ഒരു പരിധി വിട്ട് പുകഴ്ത്താറില്ല. പുകഴ്ത്തിയുള്ള പ്രോബ്ലം ചിലപ്പോൾ വിശ്വാസികൾ വിചാരിക്കും ഇയാളെക്കാളും ഭേദം അയാൾ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിക്കും. ഒരു പേര് കാരണം നമ്മൾ നിവൃത്തി ഉണ്ടെങ്കിൽ മാക്സിമം കുറ്റം പറയുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും അങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയാണ് അത് ആ സെറ്റപ്പ് ഉണ്ടാക്കിയത്. പക്ഷെ യോഹന്നാൻ അങ്ങനെ അല്ലായിരുന്നു. യോഹന്നാൻ ചെന്ന് തുറന്നങ്ങ് പറഞ്ഞു, ഇതാണ് കർത്താവ്, ഇവനാണ് ക്രിസ്തു. ഞാൻ വെറും ഒരു ശബ്ദം, കർത്താവിന്റെ ശബ്ദം, അതല്ലാതെ എനിക്ക് യാതൊരു ഐഡന്റിറ്റി ഇല്ല, ഒന്നുമില്ല. എൻ്റെ പിന്നാലെ വരുന്നവനാണ് കർത്താവ്. അവന് നിങ്ങളെ ആത്മാവിൽ സ്നാനം കഴിപ്പിക്കാനും പുതുതാക്കാനും പറ്റും. അങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് യോഹന്നാന് ശിഷ്യന്മാരുണ്ട്. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ആ 2 ശിഷ്യന്മാർ യോഹന്നാനെ വിട്ട് യേശുവിന്റെ കൂടെ പോയി. കണ്ടോ? അപ്പൊ എത്ര മനോഹരമായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പ്രസന്റ് ചെയ്ത് നോക്കി. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ? അതുകൊണ്ട് യേശുവിനെ കണ്ട ഉടനെ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നുള്ളൂ. ആ സെക്കൻഡിൽ തന്നെ അവര് യോഹന്നാനെ വിട്ട് അവന്റെ കൂടെ പോയി. ഇപ്പൊ ഞാൻ നിങ്ങളോട് ക്രിസ്തുവിനെ കുറിച്ച് ഒരു ശബ്ദം മാത്രമായിട്ട് പ്രസന്റ് ചെയ്താൽ നിങ്ങളെ യോഹന്നാന്റെ ശിഷ്യന്മാരെക്കാൾ സ്പീഡില് കർത്താവിന്റെ അടുത്തേക്ക് ഓടും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ അവന്റെ ശബ്ദമായി മാറണം. ഓൺലി ദ വോയിസ്. നിങ്ങളെ എന്നിലേക്ക് ആകർഷിക്കാവുന്ന ഒന്നും എനിക്ക് ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് പ്ലെയിൻ വേർഡ്. ചേസ് ബ്രദർ കൊള്ളാം കേട്ടോ എന്ന് പറയാവുന്ന ഒരു പരിപാടി, അത് വിശദീകരണത്തെ ബാധിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കർത്താവിനെ കാണുമ്പോഴേക്കും ഓടിപ്പോണം. അവനാണ് വലിയവൻ.
നമ്മൾ യോഹന്നാൻ ചെയ്ത പോലെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കർത്താവുമായിട്ട് ബന്ധമില്ലാത്തവരെ ഈ മഹത്വത്തിന്റെ പ്രഭുവായ സ്വർഗാദി സ്വർഗങ്ങൾക്ക് അധിപതിയായ കർത്താവുമായി കൂട്ടിമുട്ടിക്കാണ് നമ്മുടെ പണി. യോഹന്നാൻ അങ്ങനെ ചെയ്ത് കർത്താവുമായിട്ട് കൂട്ടിമുട്ടിക്കുക. ഓക്കെ, ഉടനെ അവരെ ചെന്ന് യേശുവിനോട് പറയാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, ടീച്ചർ. നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ എവിടെയായിരുന്നു? മരുഭൂമിയിലൊക്കെ ആയിരുന്നു അല്ലേ? അപ്പൊ ഈ കർത്താവിനോട് അവർ ചോദിക്കുകയാണ്, നീ എവിടെ താമസിക്കുന്നു? ഞങ്ങൾ എങ്ങോട്ടാ വരേണ്ടത്? അപ്പൊ കർത്താവ് പറഞ്ഞു, വന്ന് കാണുമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോട് പാർത്തു. അപ്പോൾ അത് ഏകദേശം 10 മണിയായിരുന്നു. അന്ന് ഏകദേശം 10 മണിയായിരുന്നു. രാത്രി 10 മണി, അല്ല 10 മണി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്ര മണി? അത് 6, 10, 16, 4 മണിയാണ്. 4 മണിക്ക്, വൈകിട്ട് 4 മണിയാണ്. അറിയോ അത്? അവിടെ ഡേ ടൈം കണക്കൂട്ടുന്നത് രാവിലെ തൊട്ടാണ്. 6 മണി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി. 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണി. അല്ല, അത് തന്നെ 3 മണി. അങ്ങനെയാണോ? 6 മണി എന്ന് പറഞ്ഞാൽ 12, 6, 6, 12. 9 മണി എന്ന് പറഞ്ഞാൽ 12, 3. 10 മണി എന്ന് പറഞ്ഞാൽ 4 മണി. കറക്റ്റ്. 12 മണി എന്ന് പറഞ്ഞാൽ പിന്നെ 6 മണിയാണ്. പിന്നെ 4 മണി സമയമാണ്. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, വന്ന് കാണുമെൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ താമസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോട് പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരം ആയിരുന്നു. ഈ 2 ശിഷ്യന്മാര് യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. ഇതിൽ വളരെ രസകരമായ കോൺവെർസേഷൻ നിങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ദിവസം പോയി കണ്ടതേ ഉള്ളൂ കർത്താവിനെ. അപ്പൊ കർത്താവിനെ ഒരു ദിവസം അവൻ്റെ കൂടെ താമസിച്ചപ്പോഴ് ഈ അന്ത്രയോസ് അവൻ തന്റെ സഹോദരനായ ഈ ശീമോനെ ആദ്യം ഓടിപ്പോയി കണ്ടു. കാരണം ഇവരെല്ലാം മെസ്സിയായെ കാത്തിരിക്കുക. യേശു അവനെ നോക്കി കണ്ടു. ഞങ്ങൾ മെസ്സിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ഭയങ്കര സംഭവം അത്. പക്ഷെ സ്വന്തം സഹോദരൻ മാത്രമാണ് അത് പറയുന്നത്. അപ്പൊ അന്ത്രയോസ് ഈസ് എ വെരി ഗുഡ് ഇവാഞ്ചലിസ്റ്റ്. അവൻ ക്രിസ്തുവിനെ സാക്ഷിക്കാൻ വളരെ സാമർഥ്യമുള്ള ഒരാളാണ്. അവൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു അവനെ നോക്കി, യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്ന് ആകും. ഇങ്ങനെ കർത്താവ് ഓരോരോ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടുവാണ്. അപ്പം നാച്ചുറലി വേണമെങ്കിൽ കർത്താവ് ചിന്തിക്കാവോ, യോഹന്നാന്റെ ശിഷ്യന്മാരല്ലേ, നമ്മുടെ ഷീപ്പ് സ്റ്റീലിങ് ശരിയല്ലല്ലോ. ഒരാളുടെ ശിഷ്യന്മാരെ മറ്റൊരാൾ അടിച്ചു കൊണ്ടുപോകുന്നത് ശരിയാണോ സഹോദരങ്ങളെ? യോഹന്നാന്റെ ആൾക്കാരെ കർത്താവിന് കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങളൊന്ന് തലയാട്ടിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? മ്യൂട്ടാണല്ലോ എല്ലാവരും, ആരും തലയാട്ടണ്ട. ശരിയാണോ അങ്ങനെ കൊണ്ടുപോകുന്നത്? അല്ലല്ലോ, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്. എന്നാ യോഹന്നാനും കുഴപ്പമില്ലാത്ത കർത്താവിനും കുഴപ്പമില്ല. കാരണം നമ്മൾ എങ്ങോട്ടാ ഓടിച്ചെല്ലേണ്ടത്? നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചർച്ചിലേക്കല്ല, ക്രിസ്തു എവിടെയാണുള്ളത് അങ്ങോട്ടാ ചെല്ലേണ്ടത്. അതിന് നാണക്കേട് വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ആരെങ്കിലും വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഇന്ന ചർച്ചയിൽ നിന്ന് വരുന്ന, ഞങ്ങൾ വന്ന എടുക്കുമോ? ഞാൻ പറയും ഉറപ്പായിട്ടും പോരെ, ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ ചർച്ചയിൽ പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഇങ്ങ് പോരെ. കാരണം ഇവിടെ ആരെയും നമുക്ക് പ്രസാദിപ്പിക്കാനില്ല. എനിക്കതിനകത്ത് യാതൊരു വിഷമവുമില്ല. ഷീപ്പ് സ്റ്റീലിംഗ് എനിക്ക് തോന്നത്തില്ല. പക്ഷെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വരുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇഫ് ദേ വാണ്ട് ടു ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ്, ക്രൈസ്റ്റ് സെൻട്രിക് ന്യൂ ടെസ്റ്റമെന്റ് ടീച്ചിങ് വേണം, അത് നമ്മുടെ ചർച്ചിൽ ഉണ്ടെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ ഐ ഹാവ് നോ പ്രോബ്ലം. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഷീപ്പ് സ്റ്റീലിംഗ്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ചർച്ചിലേക്കല്ല പോകേണ്ടത്, ക്രിസ്തുവിനോട് ഏറ്റവും അടുത്തുള്ള ചർച്ചിലേക്കാണ് പോകേണ്ടത്. ചിലപ്പോൾ നമ്മളെക്കാളും ക്രിസ്തുവിനോട് അടുത്തുള്ള ചർച്ച എവിടെയും കാണുമായിരിക്കാം. ഇഫ് യു ഫൈൻഡ് ദാറ്റ് ഔട്ട്, ഓക്കെ, യു ഷുഡ് ഗോ. കാരണം നമ്മളുടെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. വി ഡോണ്ട് ഹാവ് ടൈം.
അപ്പൊ ഇവിടെ ഏതെങ്കിലും ചർച്ചിൽ പോകുന്നുണ്ട്, അവരല്ല എന്തൊക്കെയോ പ്രസംഗം കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് അവരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിനെ കുറിച്ച് കേൾക്കാനാണ് എങ്കിൽ ആർക്ക് വേണേലും വരാം. പക്ഷെ നമ്മളെക്കാൾ നമ്മുടെ ചർച്ച ഒരു ഐഡിയൽ പെർഫെക്റ്റ് ചർച്ചൊന്നുമല്ല. അതെല്ലാം എന്നെ പോലുള്ള പാവികളും ഒക്കെയാണ് എല്ലായിടത്തും ഉള്ളത്. പാവികൾ എന്നുള്ള വാക്ക് ശരിയല്ലെങ്കിൽ പോലും ഈ പാപ സ്വഭാവം, പാപത്തിന്റെ പ്രകൃതമുള്ള ശരീരമുള്ള പാപശരീരമുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ ഏത് ചർച്ചിൽ പോയാലും എവിടെ പോയാലും ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലാവുള്ളൂ. യേശു ക്രിസ്തു വെളിപ്പെടുന്നുണ്ടോ എവിടെയായാലും, ഏത് ചർച്ചയായാലും. ഞങ്ങളെക്കാൾ നല്ലപോലെ പറയുന്ന അനേകം ചർച്ചകളുണ്ടാകാം. സപ്പോസ് യു ഫൈൻഡ് സമ്മൺ ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും നാളെ അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓർഗനൈസിങ് പീപ്പിൾ. വി ഹാവ് നത്തിങ് ടു ഗെയിൻ ബൈ ഓർഗനൈസിങ് പീപ്പിൾ. ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുക്രിസ്തു എവിടെ ഉണ്ടോ അങ്ങോട്ട് പോവാം. കർത്താവിനെ എവിടെയാണോ കർത്താവിൽ വളരാൻ നമുക്ക് പറ്റുന്ന അങ്ങോട്ട് പോവാം. നെവർ ലുക്ക് അറ്റ് പീപ്പിൾ, അയ്യോ ഞാൻ അവരെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും, ഇങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. ദാറ്റ്സ് നോട്ട് വാട്ട് വി ഷുഡ്. ഇവിടെ ഇത്രയും പേര് എന്ത് ചെയ്തു? നല്ല ശിഷ്യന്മാരായിരുന്നു അല്ലേ? നല്ല ശിഷ്യന്മാര്. അവരെല്ലാവരും എന്ത് ചെയ്തു? നേരെ ഒറ്റ നിമിഷം യോഹന്നാനെ വിട്ട് കർത്താവിന്റെ അടുത്തോട്ട് പോകുന്നു. ഞാൻ പോവാ, ഞങ്ങള് കർത്താവിന്റെ അടുത്തേക്ക് പോവാം. യോഹന്നാനെ വിട്ടു, ഒപ്പം തന്നെ വിട്ടു. പാവം യോഹന്നാൻ അല്ലേ? ഇനി ആരോട് പ്രസംഗിക്കും? ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ പോവാൻ, നഥനയേൽ. നമുക്കത് അടുത്ത ദിവസം കാണാം. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്ന യോഹന്നാന്റെ ശുശ്രൂഷകളാണ്, മിനിസ്ട്രിയാണ്. ഇതൊരു നറേറ്റീവ് ഇവന്റ്. നമുക്ക് ഒരു എന്താ പറയുന്നത്, ഇത് ഗോസ്പൽ നമ്മൾ കവർ ചെയ്യുന്ന വേഴ്സ് ബൈ വേഴ്സിനകത്ത് നമ്മളത് അങ്ങനെ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അതുപോലെ പത്രോസും അന്ത്രയോസും വന്ന് കൂടുന്നു. ഇതിന്റെയൊക്കെ ആ ഹംബിൾനെസ് യോഹന്നാൻ സ്നാപകൻ അവൻ പിന്നീട് പറയുന്നുണ്ട്, അവൻ വളരട്ടെ, ഞാൻ ചെറുതായിക്കോളാം. കാരണം അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പൊ എന്റെ ശിഷ്യന്മാർ അൾട്ടിമേറ്റ്ലി എന്താണ് അറിയേണ്ടത്? കർത്താവിനെയാണ് അറിയേണ്ടത്. അവരെ കൂട്ടിമുട്ടി എന്റെ പണി തീർന്നു. പത്രോസിന് അന്ത്രയോസിനെ യേശുവായിട്ട് കൂട്ടിമുട്ടിച്ചു, യോഹന്നാന്റെ പണി തീർന്നു. അങ്ങനെ ജനത്തെ മുഴുവൻ ഈ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാടിന്റെ അടുത്തേക്ക് എത്തിക്കുക, ആ വിശ്വസിക്കുന്നവരെല്ലാം രക്ഷിക്കുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് എത്തിക്കുക. അത്രയും മാത്രമേ ഉള്ളൂ യോഹന്നാന്റെ പണി. ജോൺ നോസ് ഹി ഈസ് ഓൺലി എ വോയിസ്, ഒരു ശബ്ദം മാത്രം. മാനസാന്തരപ്പെട്, കർത്താവ് വരുന്നുണ്ട് എന്നൊരു ശബ്ദം മാത്രം. അപ്പൊ ആരെല്ലാം ഓടിക്കൂടുന്നോ അവരെല്ലാം കർത്താവിന്റെ അടുത്തേക്കാണ് പറഞ്ഞു വിടുന്നത്. ഓക്കെ, നമുക്ക് ഈ വാക്യങ്ങളുടെ ഇപ്പൊ ക്ലോസ് ചെയ്യാൻ കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുമെന്ന് നമുക്കറിയാമല്ലോ. ഈ ഒരു പ്രത്യേകിച്ച് ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ദാറ്റ് ബ്രിങ്സ് അപ്പ് സം ക്വസ്റ്റ്യൻസ്. സുവിശേഷം അറിയിക്കുമ്പോൾ എല്ലാവരോടും പറയേണ്ടതെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ വിചാരം, അല്ലെ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് സുവിശേഷം പറയേണ്ടത്? അത് നമുക്ക് ഇനി പറയാൻ സമയമില്ല, കാരണം നമുക്ക് അടുത്ത ദിവസം ആ ഒരു വിഷയം നമുക്ക് സ്പെഷ്യലായിട്ട് സംസാരിക്കാം. വാട്ട്സ് ഓർ ഗോസ്പൽ, എന്തുകൊണ്ടാണ്, എന്ത് സുവിശേഷമാണ് നമ്മൾ പറയേണ്ടതെന്ന്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ സുവിശേഷം ആരോട് പറഞ്ഞാലും തുറന്ന സ്വാതന്ത്ര്യത്തോടെ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം. ആരെയും വിശ്വാസത്തിന് തടയുന്നില്ല. നീ വിശ്വസിക്കരുത് കേട്ടോ, നിന്റെ പേര് ഇവിടെ ഇല്ലെന്ന് കർത്താവ് പറയുന്നില്ല. എനി വൺ ക്യാൻ ബിലീവ്. ഞാൻ ദൈവത്തിന്റെ മുൻനിർണയത്തെക്കുറിച്ചും തീരുമാനത്തെക്കുറിച്ചും പറഞ്ഞത് ദൈവത്തിന്റെ നിത്യതയിലുള്ള അറിവിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഹി നോസ് എവറിത്തിങ്. ഓക്കെ, എന്നിട്ടും കർത്താവ് ചില ആൾക്കാരുടെ അടുത്തേക്കാണ് സുശേഷകരെ വിടുന്നത്. ബിക്കോസ് ഹി നോസ്, അവനറിയാം ഏറ്റവും കറക്റ്റ് എന്താണ്. പക്ഷെ നമ്മൾ സുശേഷം പറയുമ്പോൾ വി ആർ യൂസിങ് ഫുൾ ഫ്രീഡം. കാരണം എന്താ? അത് കറക്റ്റ് ഫ്രീഡം ആണ്. ആര് വിശ്വസിച്ചാലും ദൈവം അവരെ രക്ഷിക്കല്ലേ? തീർച്ചയായിട്ടും വിശ്വസിച്ചാൽ ദൈവം അവരെ രക്ഷിക്കും. ഓക്കെ, ആ വിശ്വാസത്തിലേക്കാണ് വചനത്തിന്റെ കേൾവി നമ്മൾ അവർക്ക് കൊടുക്കും, ഒരു ഓഫർ. ആ വചനത്തിന്റെ കേൾവി അവരുടെ ഹൃദയങ്ങളെ തുറന്ന് അവരെ വിശ്വാസികളാക്കി മാറ്റും എന്ന് നമ്മൾ പ്രത്യാശിക്കാം. എല്ലാവരോടും ഒരേ സുശേഷ പറയുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കും. ഓക്കെ, ഇനി 1 പത്രോസ് 3:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. വരെ. ഓക്കെ, ഇത് ശരിക്കും ഞാൻ പത്രോസിന്റെ ലേഖനം എന്നുള്ള ആ ഒരു വിഷയത്തിൽ ഞാൻ സംസാരിച്ചൊരു വിഷയമാണ്.
ശരിക്കും നോഹയുടെ പെട്ടകം ഒരുക്കുന്ന കാലത്ത് അനുസരിക്കാതെ പോയ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവര് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ നിയമങ്ങൾ, എന്തുകൊണ്ടാണ് അവരെല്ലാം വെള്ളപ്പൊക്കത്താൽ നശിച്ചു പോയത്? അവരുടെ സുവിശേഷമല്ല കർത്താവ് പറയുന്നത്, അവരുടെ സുവിശേഷം പറയുന്നില്ല. ഓക്കെ, അവരോട് പ്രസംഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, സുവിശേഷം പറയുന്നില്ല. സ്പോക്ക് ടു ദം എന്നാണ്. ഈ നോഹയുടെ കാലത്ത് അടിമത്തത്തിലായിരുന്നവരെ ദൈവം കർത്താവ് പോയി കണ്ടു, അവരോട് സംസാരിച്ചു എന്താണ് നരകശിക്ഷ എന്നുള്ള വിധി. അതല്ലാതെ സുവിശേഷം അല്ല പറയുന്നത്. ഓക്കെ, അവർ അനുസരണം ഇല്ലാത്തവരായിരുന്നു, അവർ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. സോ ദാറ്റ് വേഴ്സ് ഡസ് നോട്ട് സ്പീക്ക് അബൌട്ട് ഈവാഞ്ചലൈസിംഗ് ദം. ദാറ്റ്സ് അബൌട്ട് പ്രൊക്ലെയിമിംഗ് ദ ജഡ്ജ്മെന്റ് ഓഫ് അൺബിലീഫ്. അവിശ്വാസത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇവിടെ അനുസരിക്കാത്തവരായി തടവിൽ കിടക്കുന്ന ആളുകളോട് ചെന്ന് സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷിക്കുകയല്ല. അങ്ങനെയല്ല, നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് തക്കതാണ് നമ്മൾ പ്രാപിക്കുന്നത്. ബട്ട് ശരീരത്തിൽ ഇരുന്നപ്പോൾ അവർ ചെയ്തതിന് തക്കവണ്ണം അതെന്താണ് അവരുടെ ശിക്ഷ എന്ന് കർത്താവ് എല്ലാവർക്കും അവന്റെ ന്യായത്തിൽ അത് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്ന്, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി വെട്ടിക്കളയുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതും ഇനി കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വെനസ്ഡേ ഗോഡ് വില്ലിംഗ്. നമ്മൾ മുൻപോട്ട് പോകും. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് കാത്തിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരും സംസാരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമത്തിന് സ്തോത്രം. കർത്താവ്, ഞങ്ങൾക്ക് വചനത്തിലൂടെ അവിടുന്ന് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം കർത്താവ് എത്രയും വേഗം കർത്താവ് ഓരോരുത്തരെയും അങ്ങയോട് കണക്ട് ചെയ്യുവാൻ, ഞങ്ങൾ വെറും ശബ്ദമായി മാറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിന്റെ ഏകാഗ്രതയിലേക്ക് ആളുകളെ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഓരോരുത്തരും കർത്താവ് അങ്ങയിലേക്ക് നോക്കുവാനും അങ്ങയിൽ സന്തോഷിക്കുവാനും ആ രക്ഷ അനുഭവിക്കുവാനും കർത്താവെ അവിടുന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.